ഇടക്കൊച്ചി കണ്ടങ്ങാട്ട് ക്ഷേത്രഭൂമി ഭൂമാഫിയ കയ്യേറിയതായി ആരോപണം. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടങ്ങാട്ട് ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് സമീപം കണ്ടങ്ങാട്ട് പാലത്തിലേക്കുള്ള റോഡ് പ്രദേശവാസികൾ ഒന്നടങ്കം ഉപരോധിച്ചു. പള്ളുരുത്തി സിഐ സുധീറിന്റെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇടക്കൊച്ചി കണ്ടങ്ങാട്ട് ക്ഷേത്രഭൂമി കയ്യേറി പാടശേഖരം മണ്ണിട്ട് നികർത്തുന്നതായി പരാതി ലഭിച്ചത്. ഇതിനിടയിൽ ക്ഷേത്രം ഭാരവാഹികൾ ഇടപെട്ട് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഭൂമാഫിയക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടങ്ങാട്ട് ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പാലത്തിലേക്കുള്ള റോഡ് ഉപരോധിച്ചത്. പള്ളുരുത്തി സിഐ സുധീറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ദേവസ്വം ഭാരവാഹികളുമായി ചർച്ച നടത്തിയെങ്കിലും കൊച്ചി തഹസിൽദാർ എത്തി സ്ഥലം നികർത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തുടർന്ന് പ്രദേശത്ത് വലിയ വാഹനക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. പോലീസ് വിവിധ വഴികളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടെങ്കിലും ഗതാഗത കുരുക്കിൽ അകപ്പെട്ട യാത്രക്കാർ സമരക്കാരുമായി വാക്കേറ്റമുണ്ടാവുകയും അത് ചെറിയ സംഘർഷത്തിന് ഇട നൽകുകയും ചെയ്തു. കൊച്ചി നഗരസഭാ കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൺ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരെല്ലാം സമരത്തിന് പിന്തുണയുമായി പ്രദേശത്തെത്തിയിരുന്നു. ഒരു എഗ്രിമെന്റ് വ്യവസ്ഥ ഇവിടെ വെച്ച് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് എഴുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇതിന്റെ സമരസമിതിയുടെ ഭാരവാഹികൾ തയ്യാറാകണം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യമാണ് കണ്ടങ്ങാട്ട് ദേവസ്വം സഭ ഭാരവാഹികൾക്ക്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് കക്ഷി രാഷ്ട്രീയ അതീതമായിട്ട് എല്ലാ ജനപ്രതിനിധികളും ഒരു പിന്തുണ നൽകിക്കൊണ്ട് ഈ ഒരു റോഡ് ഉപരോധം ജനങ്ങളെ വെല്ലുവിളിക്കുവാനുള്ള റോഡ് ഉപരോധമല്ല. നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് ഈ ഭൂമാഫിയക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടർ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച് ഇത് ഈ ഉന്നത അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന പോക്രിത്തരത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി സൂയൻസ്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, SNDP യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഠനം ഇവിടെ ആരംഭിക്കുന്നു.